ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കയറി. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കിട്ടത്തില്ല. ഇപ്പം കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് വ്യൂസും ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ പിന്നെ എല്ലാം സമയത്ത് തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് അരപ്പെല്ലാം ചേർത്ത് കൈയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി കടുക് വറുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നുള്ളത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചതും റെഡിയാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും അതുപോലെ തന്നെ ജീരകവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അധികം പേസ്റ്റ് ആവാത്ത രീതിയിൽ അരച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൂടി എടുത്തു. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ബീട്രൂട്ട് ഒന്ന് വേവാൻ വെച്ചു. ഇനി നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടു കേട്ടോ. അത് ഞാൻ മറന്നു പോയതായിരുന്നു. കുഞ്ഞിൻ്റെ സ്വഭാവം ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയാണ്. എനിക്ക് പല ജോലികൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മിക്കതിലും കുഞ്ഞിനെ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരാറുണ്ട്. ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സാധനം കൈ കൊടുത്താൽ 10-20 മിനിറ്റ് അതും കൊണ്ട് ഇരുന്നോളും. ആ ഒരു സമയത്ത് ജോലി തീർക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ. അങ്ങനെ കടുകൂടെ പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കേട്ടോ. ശരിക്കും തൈര് ഒഴിച്ച്, അതായത് ഈ അരപ്പൊക്കെ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല, അത് ആറിയതിന് ശേഷം തൈര് ഒഴിച്ചിട്ട് വേണമായിരുന്നു കടുക് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ജോലിയൊക്കെ വേഗം തീർത്തു. അങ്ങനെ നിന്നപ്പോഴാണ് 12:30 അച്ഛൻ ചിക്കനും കൊണ്ട് വന്നത് കേട്ടോ. 1 മണിയാകുമ്പോൾ ചോറുണ്ടെങ്കിൽ ചിക്കൻ കറി വെച്ചിട്ട് നടക്കത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ഫ്രൈക്ക് ഒരു 8 പീസ് എടുത്ത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചു. കറി നമുക്ക് വൈകിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ ഫ്രൈയും ബീട്രൂട്ട് പച്ചടിയും മോരും അതുപോലെ തന്നെ ക്യാബേജ് തോരനും കൂട്ടിയിട്ട് ചോറുണ്ട്. രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നുകൊണ്ട് അതിൻ്റെ സാമ്പാറുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ചോറിൻ്റെ കൂടെ സാമ്പാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.